പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 1906 കൽക്കട്ട സമ്മേളനം വരെ പഠിച്ചു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ബനാറസ് സമ്മേളനത്തിൽ വെച്ച് ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായ സമ്മേളനത്തിൽ വെച്ച് സ്വദേശി കൂടാതെ സ്വരാജ് എന്നീ രണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്കകത്ത് മിതവാദ തീവ്രവാദ ഗ്രൂപ്പുകൾ രൂപം കൊള്ളാൻ കാരണം. തുടർന്ന് ഓരോ വിഭാഗവും തങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി 1906 കൽക്കട്ട സമ്മേളനത്തിൽ എത്തുകയും പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലി സംഘടന ഉണ്ടാകുമെന്ന സാഹചര്യം വന്നപ്പോൾ ആരേറ്റെടുക്കുകയും ചെയ്തു? ദാദാഭായ് നവറോജി അല്ലെ. അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തുടർന്ന് നമുക്കറിയാം, ഏതൊരു സംഘടനയുടെ സമ്മേളനം നടന്നാലും തൊട്ടടുത്ത വർഷത്തെ സമ്മേളനം എവിടെയാണ് നടക്കേണ്ടത് എന്നെന്ത് ചെയ്യും? തൊട്ട് മുമ്പിലത്തെ വർഷം തീരുമാനിക്കും. അങ്ങനെ ഈ 1906 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് തീരുമാനിച്ചു, അടുത്ത സമ്മേളനം എവിടെ വെച്ച് നടത്താം? പൂനെയിൽ വെച്ച് നടത്താം. അങ്ങനെ തീരുമാനിക്കുകയാണ്. പൂനെയിൽ വെച്ച് നടത്തുമ്പോൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭൂപ്രദേശത്തുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? പ്രതിനിധികളായിട്ട്, അംഗങ്ങൾക്ക് നേരിട്ട് പ്രതിനിധികളായി തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കാം. ഇത് കേട്ടപ്പോൾ തീവ്രവാദികൾക്ക് ഏറെ സന്തോഷമായി. കാരണം തീവ്രവാദി നേതാവായ ബാലഗംഗാധര തിലകന്റെ തട്ടകമാണ് എവിടെ? മഹാരാഷ്ട്ര എന്ന് പറയുക. അപ്പൊ സ്വാഭാവികമായിട്ടും പൂനെയിലോ സമ്മേളനം നടന്നാൽ സ്വാഭാവികമായിട്ടും തിലകന്റെ അനുയായികൾ കൂടുതൽ പേര് സമ്മേളനത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നാൽ തീവ്രവാദികളുടെ പ്രധാന നേതാവായ 1906 പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ലാലാ ലജ്പത് റോയിയെ പ്രസിഡന്റ് ആക്കാം എന്ന് തീവ്രവാദികൾ കണക്കൂട്ടി. ഇത് ബ്രിട്ടീഷുകാര് രഹസ്യമായി അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാര് മിതവാദിയായ ദാദാഭായ് നവറോജിയോട് പറഞ്ഞു, താങ്കൾ സമ്മേളനം മാറ്റിവെക്കണം. അങ്ങനെ മിതവാദികൾക്ക് ഭൂരിപക്ഷമുള്ള ഗുജറാത്തിലെ സൂററ്റിലേക്ക് സമ്മേളനം മാറ്റുകയാണ്. ആര്? പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മിതവാദി നേതാവായ ദാദാഭായ് നവറോജി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകനും കൂട്ടാളികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പ്രതിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലാലാ ലജ്പത് റോയും വളരെ ചുരുക്കം ചില ആൾക്കാരും എവിടെ എത്തിച്ചേർന്നു? 1907 സൂററ്റ് സമ്മേളനത്തിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. എന്തിന്റെ പേരില? സമ്മേളനം മാറ്റിയതിന്റെ പേരിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച് അവര് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളുടെ ഗ്രൂപ്പ് ഇറങ്ങിപ്പോയി. പിന്നെ ഉള്ളത് ആരാ? മിതവാദികൾ മാത്രം. 1907 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്കകത്ത് ആര് മാത്രമേ ഉള്ളൂ? മിതവാദികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്ന് 1916 വരേക്കും പ്രത്യക്ഷ സമരങ്ങളൊന്നും ആര് ചെയ്തിട്ടില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തിട്ടില്ല. അതാണ് വസ്തുത. നമുക്ക് നോക്കാം. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. 1907 സൂററ്റ് സമ്മേളനം. പ്രസിഡന്റ് ആയത് റാഷ് ബിഹാരി ഘോഷ് എന്ന മിതവാദി നേതാവ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി വേർപിരിഞ്ഞത്. അതിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? സ്വരാജ് ആയിരുന്നു. ഈ സ്വരാജ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്നത്, അഥവാ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നായിരുന്നു 1905 ബനാറസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ബ്രിട്ടീഷുകാരോട് സ്വരാജ് ആവശ്യപ്പെട്ടതെന്ന 1906 കൽക്കട്ട സമ്മേളനവും. ഓക്കെ അല്ലെ. 1906 തന്നെ മിതവാദികൾ പറഞ്ഞു റാഷ് ബിഹാരി ഘോഷിനെ പ്രസിഡന്റ് ആകണം. തീവ്രവാദികൾ പറഞ്ഞു ലാലാ ലജ്പത് റോയിയെ. അവിടെ സംഘടന ഉണ്ടാകുമെന്നായപ്പോ ആര് പ്രസിഡന്റായി? ദാദാഭായ് നവറോജി അല്ലെ. തുടർന്ന് 1907 ആ സംഘടന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ച് പൂനെയിൽ നിന്ന് എങ്ങോട്ട് മാറ്റുക? സൂററ്റിലേക്ക് മാറ്റുക. അപ്പൊ സ്വാഭാവികമായിട്ടും സൂററ്റില് പിന്നെ ആര് മാത്രമേ ഉള്ളൂ? മിതവാദികൾ മാത്രമേ ഉള്ളൂ. തിലകന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ പങ്കെടുത്തില്ല. ലാലാ ലജ്പത് റോയ് വന്നിട്ടാണെങ്കിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു അല്ലെ. തുടർന്ന് വീണ്ടും 1908 വാർഷിക സമ്മേളനം നടക്കണം. അപ്പോഴും ആര് മാത്രമേ ഉള്ളൂ? മിതവാദികൾ മാത്രമേ ഉള്ളൂ. 1908 മദ്രാസ് സമ്മേളനം. വീണ്ടും ആര് തന്നെ പ്രസിഡന്റായി? റാഷ് ബിഹാരി ഘോഷ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയും, തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആര്? റാഷ് ബിഹാരി ഘോഷ്.
തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചിട്ട് PSC മിക്കപ്പോഴും ഫസ്റ്റ് ഓപ്ഷനിൽ തരുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. നമ്മളും പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതെ ശരിയാണല്ലോ. 1938 39 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടർച്ചയായിട്ട് 2 സമ്മേളനങ്ങളിൽ പ്രസിഡന്റായി. അതിൽ സംശയമില്ല. പക്ഷേ ആദ്യമായി തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം റാഷ് ബിഹാരി ഘോഷ് തന്നെ. ഇവിടെ തുടർച്ചയായ ഒരു വാക്കില്ലാന്ന് കരുതുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി 2 തവണ പ്രസിഡന്റ് ആയ വ്യക്തി ആര്? അത് WC ബാനർജി. ഏതൊക്കെ വർഷം? 1885ലും 1892ലും. അല്ലേ? 1885ലും 1892ലും. ഇവിടെ തുടർച്ചയായി 2 തവണ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ഘോഷ്. ഏതൊക്കെ വർഷം? 1907 സൂററ്റ് സമ്മേളനവും 1908 മദ്രാസ് സമ്മേളനവും. ഈ 1908 മദ്രാസ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന പാസാക്കി. അഥവാ ഭരണഘടന അംഗീകരിച്ചു എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത് എന്നായിരുന്നു? 1888 അലഹാബാദ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യ വിദേശി പ്രസിഡന്റായ ജോർജ് യു. INCയുടെ ഭരണഘടന തയ്യാറാക്കിയത് അഥവാ രൂപീകരിച്ചത് 1899 ലക്നൗ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് RC ദത്ത് ആയിരുന്നു. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നു INCയുടെ ഭരണഘടന പാസ്സാക്കിയത് അഥവാ INCയുടെ ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഏത് വർഷമാണ്? 1908 മദ്രാസ് സമ്മേളനം. ഈ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ എന്ത് രൂപീകരിക്കപ്പെടുന്നത്? മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുക. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി, മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്ന് രൂപീകരിക്കുന്ന 1908. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരും, പ്രിയ വിദ്യാർത്ഥികളെ മനസ്സിൽ വന്നില്ലേ? അത് 16 അല്ലേ സാറേ? അന്ന് പക്ഷെ 16ന്റെ ചോദ്യം ഇതില്ല. 1908 രൂപീകരിക്കപ്പെട്ട മദ്രാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു? 1916 മനസ്സിലായോ? മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1908 ആ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1916. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായി എന്ത് രൂപീകരിച്ചു? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതാണ് വസ്തുത. നമ്മൾ സാധാരണ ഉത്തരവാദിത്ത ഭരണം പഠിക്കുമ്പോഴാണത് നമ്മൾ സാധാരണ അതിൽ പഠിക്കാറ്. ഓക്കെ. തുടർന്ന് 1920 ആയപ്പോ വീണ്ടും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവന്നു. ഭാഷാടിസ്ഥാനത്തിൽ INCയുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യ കമ്മിറ്റികൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യ കമ്മിറ്റികൾ രൂപീകരിക്കണം. ഓക്കെ. അങ്ങനെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അത് നമ്മൾ പിന്നീട് പറയാം. ഇപ്പൊ തൽക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന പാസാക്കിയത് എന്നായിരുന്നു? 1908 ആയിരുന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിൽ വരികയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏത് വർഷം രൂപീകരിക്കുന്നത്? 1908. ആ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നതായിരുന്നു എന്ന് 1916. ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രം. ഓക്കെ. അപ്പൊ 2 സമ്മേളനങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? 1907 സൂററ്റ് സമ്മേളനം, അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും രണ്ടായി വീഴ്ത്തിരിഞ്ഞു. യഥാർത്ഥത്തിൽ തീവ്രവാദികൾ സംഘടനയിൽ ഇറങ്ങിപ്പോയി. അതിന്റെ കാരണമായി പറയുന്നത് സ്വരാജ് ആയിരുന്നു. 1907 മദ്രാസ് സമ്മേളനം, അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ഈ സമ്മേളനത്തിൽ വെച്ച് INCയുടെ ഭരണഘടന പാസ്സാക്കുകയും ചെയ്തു. അടുത്ത് പറയുന്നു 1911 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ബിഷൻ നാരായൺ ദർ. നമ്മൾ ചുരുക്കി BN ദർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ജനഗണമന ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1911 കൽക്കട്ട സമ്മേളനമാണ്. ആരാ ആലപിച്ചേ? സരളാദേവി. ആരാ ഈ രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. 1911 ഇന്ത്യ സന്ദർശനം നടത്തിയ ജോർജ് അഞ്ചാമനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാക്കിയ സ്വാഗത ഗാനമായിരുന്നു
എന്താ ജനഗണമന എന്ന് കണക്കാക്കുന്നു. ഓക്കെ. അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷയിൽ? ബംഗാളി ഭാഷയിൽ തന്നെ. സെറ്റാണേ. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? 1911 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ബിഷൻ നാരായൺ ദത്ത്. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം. ആലപിച്ചത് സരളാദേവിയാണ്. ജനഗണമന രചിച്ചതാകട്ടെ രവീന്ദ്രനാഥ ടാഗോറും. ജനഗണമന ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിൽ. അടുത്ത് പറയുന്നു 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് നോക്കാം. ഈ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എ.സി. മജുംദാർ, അംബികാചരൺ മജുംദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയുടെ ആദ്യത്തെ സംയുക്ത സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയുടെ ആദ്യത്തെ സംയുക്ത സമ്മേളനമായിരുന്നു 1916 ലക്നൗ സമ്മേളനം. ഈ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ ലക്നൗ ഉടമ്പടി നമ്മൾ ആൾറെഡി വൈസ്രോയിമാര് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം, ആ ഇന്ത്യൻ കൗൺസിൽ നിയമത്തിന്റെ മറ്റൊരു പേരാണെന്ത്? എന്താണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയാണ് അല്ലെ? ആ നിയമത്തിൽ അനുവദിക്കപ്പെട്ടെങ്കിലും ഇത് ആര് എതിർത്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തു. പ്രബല രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തത് കൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിനോട് അനുകൂല നിലപാടായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഈ ഒരു ആവശ്യം അംഗീകരിക്കുക എന്നതായിരുന്നു ഈ സംയുക്ത സമ്മേളനത്തിന്റെ ആദ്യ ചടങ്ങ് അല്ലെങ്കിൽ ഉടമ്പടി. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്തമായി ലക്നൌവിൽ വെച്ച് സമ്മേളിക്കുകയും ഇത് അംഗീകരിച്ചുകൊണ്ട് ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ലക്നൗ ഉടമ്പടിയിൽ ഒപ്പ് രേഖപ്പെടുത്തിയത് മുസ്ലിം ലീഗിന് വേണ്ടി മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആരായിരുന്നു? ബാലഗംഗാധര തിലകനുമായിരുന്നു. ഇത് ഒരു കാര്യം. രണ്ടാമത് കാര്യം, ആനി ബെസന്റിന്റെ പ്രവർത്തന ഫലമായിട്ട് മിതവാദികളും തീവ്രവാദികളും ഏകീകരിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ പുറത്തായിരുന്ന തീവ്രവാദികൾ 1916 ഡിസംബർ മാസം നടന്ന ലക്നൗ സമ്മേളനത്തോടു കൂടി എന്ത് ചെയ്തു? തിരികെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. ഓക്കെ. അപ്പൊ 1916 ലക്നൗ സമ്മേളനം അധ്യക്ഷൻ എന്ന് പറയുന്നത് അംബികാചരൺ മജുംദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയുടെ ആദ്യത്തെ സംയുക്ത സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ച് ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ലക്നൗ ഉടമ്പടിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പ് രേഖപ്പെടുത്തിയത് മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പ് രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്: 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന ആവശ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം, ആനി ബെസന്റിന്റെ പ്രവർത്തന ഫലമായി മിതവാദികളും തീവ്രവാദികളും എന്ത് ചെയ്തു? ഏകീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ മിതവാദികൾക്കും തീവ്രവാദികൾക്കും ആരെ ഇഷ്ടമാണ്? ആനി ബെസന്റിനെ ഇഷ്ടമാണ് അല്ലെ? മീഡിയേറ്റർ ആയിട്ട് ഏകീകരിച്ചല്ലോ. പ്രസിഡന്റിന്റെ സ്ഥാനം ചൊല്ലിയല്ലേ ഇവര് വേർതിരിഞ്ഞു പോയത്. അതുകൊണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ആനി ബെസന്റിനെ അടുത്ത വർഷം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 1917 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആയിരുന്നു. 1917 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബെസന്റ്. INC പ്രസിഡന്റായ ആദ്യ വനിതയാണ്. കൂടാതെ ആദ്യത്തെ വിദേശ വനിതയുമാണ്. INC പ്രസിഡന്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും അത് തന്നെ ആനി ബെസന്റ് തന്നെ. ആ സമയത്ത് ആനി ബെസന്റിന്റെ പ്രായം 71 വയസ്സായിരുന്നു. 70 വയസ്സ് ഒക്ടോബർ മാസം പൂർത്തീകരിക്കപ്പെടുന്നു കേട്ടോ. ഒക്ടോബറിൽ 70 വയസ്സ് പൂർത്തീകരിച്ച് 71 വയസ്സിലാണ് INC പ്രസിഡന്റ് ആവുക. ഇപ്പോൾ 1917 ഡിസംബർ മാസം കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി ബെസന്റ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ ദാദാഭായി നവറോജിയെ നമ്മൾ എന്താന്ന് വിളിച്ചു? ഇന്ത്യയുടെ വന്യ വയോധികൻ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കണം? ഇന്ത്യയുടെ വന്യ വയോധിക. അത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ വന്യ വയോധിക എന്ന് വിളിച്ചു. തീർന്നു. അപ്പൊ 1917 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആണ്. INC പ്രസിഡന്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും ആര് തന്നെ? ആനി ബെസന്റ് തന്നെ. INCയിലെ
ഏറ്റവും പ്രായം കൂടിയ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. എത്രാമത്തെ വയസ്സില്? 71ാമത്തെ വയസ്സില്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആനി ബെസന്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇന്ത്യയുടെ വന്യ വയോധിക. ആ പ്രായത്തിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധയായി എന്നർത്ഥത്തിൽ. ക്ലിയർ ആണേ? ആനി ബെസന്റിനെ കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ വേറെ 4 വനിതകൾ കൂടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അവരെക്കുറിച്ച് കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവാം. മറ്റ് വനിതാ പ്രസിഡന്റുമാർ 1925 സരോജിനി നായിഡു. അവർ ഇന്ത്യക്കാരിയാണ്. അപ്പോ INC പ്രസിഡന്റ് ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാ? സരോജിനി നായിഡു ആണ്. ഏത് വർഷം? 1925. അടുത്ത നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്ത ജർമ്മൻ വനിതയാണ്. 1933 പ്രസിഡന്റായി. അപ്പൊ INC പ്രസിഡന്റായ 3ാമത്തെ വനിതയും INC പ്രസിഡന്റായ 2ാമത്തെ വിദേശ വനിതയും ആരാണ്? നെല്ലിസൺ ഗുപ്തയാണ്, ജർമ്മൻ വനിത. 1959 INC പ്രസിഡന്റ് ആയത് ഇന്ദിരാഗാന്ധി. അവർ ഇന്ത്യക്കാരിയാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. 5ാമതായി പറയുന്നു 1998 സോണിയാഗാന്ധി, ഇന്ത്യക്കാരിയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, സോണിയാഗാന്ധി ജനിച്ചത് ഇറ്റലിയിലല്ലേ സാർ, പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാരി എന്ന് പറയാൻ കഴിയുക? അതിന് ഉത്തരമുണ്ടടാ. ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് 2ാമത്തെ ഭാഗത്താണ്. ആ 2ാമത്തെ ഭാഗത്ത് ബൈ രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. രജിസ്ട്രേഷനിലൂടെ സോണിയാഗാന്ധി 1985 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. രജിസ്ട്രേഷനിലൂടെ 1985 സോണിയാഗാന്ധി എന്ത് ചെയ്തു? ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അവര് എന്നാ INC പ്രസിഡന്റ് ആവുന്നേ? എന്നാണ് INC പ്രസിഡന്റ് ആവുക? 1998. ആ സമയത്ത് ഇന്ത്യൻ പൗര തന്നെയല്ലേ? അതെ. അതുകൊണ്ട് തന്നെ വിദേശി എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ജന്മസ്ഥലം ഇറ്റലിയാണ് എങ്കിലും ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്നായിരുന്നു? 1985 ബൈ രജിസ്ട്രേഷൻ മുഖേന. അത്രേ ഉള്ളൂ. അപ്പോ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആകെ 5 വനിതകളാണ് പ്രസിഡന്റുമാരായ സേവനം ചെയ്തത്. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ആനി ബെസന്റ് 1917 കൽക്കട്ട സമ്മേളനം. പിന്നെ 1925 സരോജിനി നായിഡു, ആദ്യ ഇന്ത്യൻ വനിത. 1933 നെല്ലിസൺ ഗുപ്ത, ജർമ്മൻ വനിത, 2ാമത്തെ വിദേശി അല്ലെങ്കിൽ 3ാമത്തെ പ്രസിഡന്റ്. 1953 ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ വനിതയാണ്, INC പ്രസിഡന്റായ 4ാമത്തെ വനിത. 5ാമത്തെ വനിത എന്ന് പറയുന്നത് സോണിയാഗാന്ധി, ഇന്ത്യക്കാരി തന്നെ. കാരണം ഇറ്റലിയിലാണ് ജനിച്ചതെങ്കിലും 1985 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിരുന്നു. സെറ്റാണേ? ഗഡ്. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നു മറ്റ് വസ്തുതകളിലേക്ക്. 1918 ഡൽഹി സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് മദൻ മോഹൻ മാളവ്യ. ഡൽഹിയിൽ വെച്ച് നടത്തപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഏത്? മദൻ മോഹൻ മാളവ്യ അധ്യക്ഷനായ 1918 സമ്മേളനം. കാരണം നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് എവിടെ വെച്ചായിരുന്നു? കൽക്കട്ടയിൽ വെച്ചായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് കൽക്കട്ടയിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നത് ഡൽഹിയിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ഡൽഹി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളന നഗരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായി ഏത് വർഷമാണ്? 1918. അതിന്റെ അധ്യക്ഷനാരാ? മദൻ മോഹൻ മാളവ്യ. നമ്മൾ മഹാമാന എന്ന് വിളിക്കും അല്ലെ. 1920 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് ആരാണ്? ലാല ലജ്പത് റോയ്. 1920 കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ലാലാ ലജ്പത് റോയ് ആണ്. അതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു, സ്പെഷ്യൽ സെഷൻ ആയിരുന്നു. ഈ സമ്മേളനത്തിന് എന്താ പ്രത്യേകത? കാരണം നമുക്കറിയാം, വാർഷിക സമ്മേളനം നടക്കുന്ന എപ്പോഴും ഏത് മാസമാ? ഡിസംബർ മാസമാണ്. അപ്പോ എന്തോ മുൻകൂട്ടി തീരുമാനിക്കാനുണ്ട്. ഡിസംബർ വരെ കാത്തു നിൽക്കാൻ വയ്യ. എന്തോ മുൻകൂട്ടി തീരുമാനിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുക. 1920 പ്രത്യേക സമ്മേളനം നടന്നത് കൽക്കട്ടയിലാണ്. അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റോയ്. ഈ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം? 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവതരിപ്പിച്ച് പാസാക്കിയ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്? ഈ നിസ്സഹകരണ പ്രസ്ഥാനം. അടിസ്ഥാനം എന്ത് തന്നെ? സ്വദേശിവൽക്കരണം തന്നെ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുക, അതിലൂടെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുക. ഓക്കെ. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്ന
സർക്കാർ സംവിധാനത്തിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ജോലിയിലോ പങ്കെടുക്കാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുമായി യാതൊരു ഇടപാടുകളും നടത്താൻ പാടില്ല. ഓക്കെ. അതായിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയത്തിന്റെ ഉള്ളടക്കം. അപ്പൊ അംഗങ്ങൾ പെട്ടെന്ന് തന്നെ അത് പാസ്സാക്കാൻ എന്ത് ചെയ്തില്ല? തയ്യാറായില്ല. കാരണം പെട്ടെന്ന് ഒരു ദിവസം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തി ജോലി രാജിവെച്ചാൽ എന്താ സംഭവിക്കുക? താനും തന്റെ കുടുംബവും പട്ടിണിയിലായി പോകും. അതുകൊണ്ട് മറ്റൊരു ജോലി കിട്ടുന്നത് വരെ തൽക്കാലം ഈ ജോലി കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം അംഗങ്ങളും പറഞ്ഞു, നമുക്കിത് അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കാം. ഓക്കെ. പാസ്സാക്കണോ വേണ്ടയോ എന്ന് അടുത്ത സമ്മേളനത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേക സമ്മേളനമായ കൽക്കട്ട സമ്മേളനം പിരിഞ്ഞു. 1920 വാർഷിക സമ്മേളനം എവിടെ വെച്ച് നടക്കുകയാണ്? നാഗ്പൂരിൽ വെച്ച് നടക്കുകയാണ്. അതിൽ അധ്യക്ഷത വഹിച്ചത് ചക്രവർത്തി വിജയരാഘവാചാര്യർ. നമ്മൾ ചുരുക്കി സി വിജയരാഘവാചാര്യർ എന്ന് പറയും. പക്ഷെ യഥാർത്ഥ അദ്ദേഹത്തിന്റെ പേര് ചക്രവർത്തി വിജയരാഘവാചാര്യർ എന്നായിരുന്നു. 1920 നാഗ്പൂരിൽ നടന്നത് വാർഷിക സമ്മേളനമായിരുന്നു. ഈ വാർഷിക സമ്മേളനത്തിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സഹകരണ സമരം ആരംഭിച്ചു എന്ന് പറയാം. നിസ്സഹകരണ സമരം ആരംഭിച്ചു. പ്രമേയം പാസാക്കി അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ആണ്, മറക്കല്ലേ. അപ്പോ ഈ സ്ലൈഡിൽ 3 വർഷങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1918 ഡൽഹി സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് മദൻ മോഹൻ മാളവ്യ. ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമായിരുന്നു ഇത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ തവണ സമ്മേളനം നടന്നത് ഡൽഹിയിൽ തന്നെ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സമ്മേളനം നടന്നത് എവിടെ? കൽക്കത്തയിൽ. 1920 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ്. ഇതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. ഈ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. പക്ഷെ പാസ്സാക്കാൻ കഴിഞ്ഞില്ല. 1920 നാഗ്പൂർ വാർഷിക സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആരാണ്? സി വിജയരാഘവാചാര്യർ. ചക്രവർത്തി വിജയരാഘവാചാര്യർ. ഈ വാർഷിക സമ്മേളനത്തിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി അഥവാ നിസ്സഹകരണ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അങ്ങനെ 1921 ഇന്ത്യ ഒട്ടാകെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യുക? അതിശക്തമായി പ്രതിരോധം തീർക്കുക. ഓക്കെ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുമായി പ്രവൃത്തി എല്ലാം അവസാനിപ്പിക്കുക. ജോലി ചെയ്യുന്നവരാ ജോലി രാജിവെക്കുക. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലാണെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പോകാതിരിക്കുക. ഒരു സഹകരണവും ആരുമായിട്ട് വേണ്ട? ബ്രിട്ടീഷുകാരുമായിട്ട് വേണ്ട. തുടർന്ന് 1921 വാർഷിക സമ്മേളനം എവിടെ വെച്ച് നടക്കുകയാണ്? അഹമ്മദാബാദിൽ വെച്ച് നടക്കുകയാണ്. അതില് അധ്യക്ഷനായത് സി ആർ ദാസ്. സി ആർ ദാസ് അധ്യക്ഷനായപ്പോ അവിടെ പ്രതിഷേധമുണ്ടായി. കാരണം 1921 അഹമ്മദാബാദ് സമ്മേളനം ഡിസംബർ മാസം നടക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്റെ ജോലി, തന്റെ വിദ്യാഭ്യാസം ഒക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. എന്നാൽ സി ആർ ദാസ് 1921 ആ സമരം നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ആർക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബാരിസ്റ്റർ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ബാരിസ്റ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് സി ആർ ദാസ് 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേർന്ന അംഗങ്ങൾ അതിശക്തമായ പ്രതിഷേധം അനുവദിച്ചു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം സ്വന്തം സ്ഥാനം രാജിവെച്ചു. എന്തിനാ രാജിവെച്ചേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിട്ട് എന്റെ ജോലി രാജിവെച്ചിട്ട് ഇങ്ങോട്ട് പോരാം. രാജിവെച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസിഡന്റ് സ്ഥാനം ഇവിടെ രാജിവെക്കുന്നു. ഓക്കെ. അങ്ങനെ നമ്മുടെ സി ആർ ദാസ് രാജിവെച്ചപ്പോ, കാരണം ഈ പ്രസിഡന്റ് ഒരു വാർഷിക സമ്മേളനത്തിൽ തിരഞ്ഞെടുത്താൽ അടുത്ത ഡിസംബർ വരേക്കും ഇദ്ദേഹം ഉണ്ടാവണമല്ലോ. ശരിയല്ലേ? ഇദ്ദേഹം രാജിവെച്ചപ്പോ മറ്റൊരു തിരഞ്ഞെടുപ്പിന് സാധ്യതയില്ലാത്തത് കൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റായി ആരെ നിയമിച്ചു? ഹക്കിം അജ്മൽ ഖാനെ നിയമിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരേ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ സി ആർ ദാസ് രാജിവെച്ച ഒഴിവില് ഹക്കിം അജ്മൽ ഖാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരേ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയാം. ക്ലിയർ? ഈ 1921 ഞാൻ പറഞ്ഞല്ലോ, നിസ്സഹകരണ പ്രസ്ഥാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേഷമായി ഖാദി സ്വീകരിച്ചതും ഈ വാർഷിക സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച്. ഓക്കെ. അപ്പൊ 1921 അഹമ്മദാബാദ് സമ്മേളനം അധ്യക്ഷത വഹിച്ചത് സി ആർ ദാസ് ആണ്. സി ആർ ദാസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു.
തുടർന്ന് അദ്ദേഹത്തിന് പകരം ആക്ടിംഗ് പ്രസിഡന്റായി മാറിയത് ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആക്ടിംഗ് പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തിയാണ്, ആക്ടിംഗ് പ്രസിഡന്റ് ഒരേ ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയാം. കോൺഗ്രസിന്റെ ഔദ്യോഗിക വേഷം ഖാദിയ സ്വീകരിച്ചതും ഏത് വർഷം തന്നെ? 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച്. തുടർന്ന് നമ്മുടെ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഒക്കെ തന്റെ ജോലി രാജിവെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1-1.5 മാസം കഴിഞ്ഞു എന്ന് കരുതുക. ഡിസംബർ അവസാനത്തെ ആഴ്ചയാണ് സമ്മേളനം നടക്കുക. അവിടെ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് സി ആർ ദാസ് എന്ത് ചെയ്തത്? ജോലി രാജിവെക്കാൻ വേണ്ടി പോവാണ്. കാരണം രാജിവെച്ച് ഉടനെ തിരിച്ചു വരാൻ പറ്റൂലല്ലോ. നോട്ടീസ് പീരീഡ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ രാജിവെച്ച് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് എന്ത് ചെയ്തു? ചൗരി ചൗര സംഭവം നടക്കുകയാണ്. ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ സമാധാനപരമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അവിടുത്തെ പോലീസുകാര് ജനങ്ങളെ നിഷ്കരണം ലാത്തി ചാർജിനിടയാക്കി. ചിലർക്ക് മാരകമായി പരിക്കേറ്റു. കുട്ടികളും മുതിർന്നവർക്കും ഭീകരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ അരിശംപുണ്ട ജനങ്ങൾ എന്ത് ചെയ്തു? അന്നേ ദിവസം രാത്രി തന്നെ, അത് കൃത്യമായി പറഞ്ഞാൽ 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി ചൗരി ചൗര എന്ന പ്രദേശത്തെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ഉറങ്ങിക്കിടക്കുകയായിരുന്ന പോലീസുകാരെ തീവച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോ ഇത് കണ്ടിട്ട് ഗാന്ധിജി പറഞ്ഞു, ഇനിയും ഇന്ത്യൻ ജനത സഹന സമരത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്, നമ്മൾ എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാലും, ബ്രിട്ടീഷുകാർ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയാലും, അത് മാനസികമോ കായികപരമായിക്കോട്ടെ, എന്ത് പ്രലോഭനം ഉണ്ടാക്കി കഴിഞ്ഞാലും തിരിച്ച് പ്രതികരിക്കരുത്. പക്ഷെ ഇവിടെ ചൗരിചൗര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയും പോലീസ് സ്റ്റേഷൻ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ഇനിയും ഈ ജനത, അതായത് ഇന്ത്യൻ ജനത സഹന സമരത്തിന് തയ്യാറായിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയാണ്. സഹന സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുക. 1922 ഫെബ്രുവരി 12-ന് നിസ്സഹകരണ പ്രസ്ഥാനം ആര് പിൻവലിച്ചു? ഗാന്ധിജി പിൻവലിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920-ലെ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. അതിനിപ്പോ കുറെ ചർച്ചാ നടപടികൾ ഉണ്ടായിരുന്നു, പ്രാരംഭ ചർച്ച ഉണ്ടായിരുന്നു. ആ പ്രാരംഭ ചർച്ച നടന്നത് ഇവിടെ വെച്ചാണ് 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന ആരംഭിച്ച സത്യാഗ്രഹ സമരം സമ്മേളനം കൂടാതെ 1922 ഫെബ്രുവരി മാസം 2-ാം തീയതി ആര് പിൻവലിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻവലിച്ചോ? ഇല്ല, ഗാന്ധിജി പിൻവലിക്കുകയാണ്. ആരെ പിൻവലിക്കുക? ഗാന്ധിജി പിൻവലിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചർച്ച ചെയ്ത് ആര് പിൻവലിച്ചു? ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി പിൻവലിച്ചപ്പോഴേക്കും ആര് ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വരികയാണ്? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ അവര് വന്നപ്പോ ഇവിടെ നിസ്സഹകരണ സമരമില്ല, തങ്ങളുടെ ജോലിയുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ദേഷ്യം വരില്ലേ? ദേഷ്യം വരും. ആ ദേഷ്യം ഇവര് പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അതിപ്പോ നിർത്തലാക്കിയാൽ ഓക്കെ, പക്ഷെ നിർത്തലാക്കിയത് തെറ്റിയായി പോയി. ഇനി നിർത്തലാക്കി അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ പറയുന്നില്ല. എങ്കിലും അതിന് പകരമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ആശയപ്രചരണം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഉപഘടകം രൂപീകരിക്കണം എന്ന് ആരാവശ്യപ്പെട്ടു? സി ആർ ദാസും മോത്തിലാൽ നെഹ്റു. അതാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. 1921 അഹമ്മദാബാദ് സമ്മേളനം. വീണ്ടും അധ്യക്ഷൻ ആരായിട്ട് മാറി? സി ആർ ദാസ് ആയിട്ട് മാറി. സി ആർ ദാസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. എന്തിനാ രാജിവെച്ചേ? ഈ സ്വരാജ് പാർട്ടി രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? സ്വരാജ് പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നില്ല. കാരണം ഗാന്ധിജിയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പിൻവലിക്കുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം. അതിന് എതിരായിട്ട്, അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെതിരായിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ അതിലെ കോൺഗ്രസ് അനുഭാവികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ആരുടെ? ഗാന്ധിജിയുടെ അനുഭാവികൾ അംഗീകരിച്ചില്ല. അതിനെ വിമർശിക്കുകയാണല്ലോ ഇവിടെ ചെയ്യുക, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും സ്വരാജ് പാർട്ടി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും സമ്മേളനത്തിലെത്തി. പക്ഷേ ചർച്ച എന്ത് ചെയ്തില്ല? അലസിപ്പോയി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? യെസ്, സി ആർ ദാസ് വീണ്ടും അവിടെ രാജിവെക്കുകയാണ്. കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കില്ല എന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണേ. യെസ്, സി ആർ ദാസ് വീണ്ടും ഇവിടെ രാജിവെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പോകാം. അപ്പൊ 1922 ഗയാ സമ്മേളനം സി ആർ ദാസ് അധ്യക്ഷനായി. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെ കുറിച്ചുള്ള ചർച്ച പരാജയപ്പെട്ടു. തുടർന്ന് വീണ്ടും സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും രാജിവെച്ചു. തുടർന്ന് വീണ്ടും
സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവും രാജിവെച്ചു. തുടർന്ന് ഇവര് പുറത്തു പോയിട്ട് സ്വരാജ് പാർട്ടി സ്വതന്ത്രമായി രൂപീകരിക്കുകയാണ്. അപ്പൊ 1922 ഗയാ സമ്മേളനം സി.ആർ. ദാസ് അധ്യക്ഷനായി. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച പരാജയപ്പെട്ടു. തുടർന്ന് വീണ്ടും സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റു രാജിവെക്കുന്നു. സ്വതന്ത്രമായിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു എന്ന് ഈ 1922 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം അവസാനിപ്പിച്ച പിറ്റേ ദിവസം 1923 ജനുവരി മാസം 1-ാം തീയതി സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ്. ആ സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി.ആർ. ദാസ്. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോത്തിലാൽ നെഹ്റു. ഓക്കെ. അപ്പൊ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 ജനുവരി 1. പ്രസിഡന്റ് സി.ആർ. ദാസ് ആണ്. സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. തുടർന്ന് എന്ത് ചെയ്തു? ഈ സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. അത് നിങ്ങൾക്കറിയാം. കൂടാതെ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിക്കുന്ന ഉത്തരവാദിത്ത ഭരണം ഈ സംഘടന അംഗീകരിക്കുകയും ചെയ്തു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിക്കുന്ന ഉത്തരവാദിത്ത ഭരണം ബംഗാൾ പ്രവിശ്യയിൽ സ്ഥാപിക്കുവാൻ ഈ സംഘടന അംഗീകാരം നൽകുകയും ചെയ്തു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉത്തരവാദിത്ത ഭരണം നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നു ഉത്തരവാദിത്ത ഭരണം? ഈ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതിന് കാരണം എന്തായിരുന്നു? 1917 ഓഗസ്റ്റ് മാസം 20-ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മുണ്ടേഗു പ്രഖ്യാപിച്ച ഒരു വിളംബരമായിരുന്നു. അതിന് നമ്മൾ ഓഗസ്റ്റ് വിളംബരം അഥവാ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് പറയുക? 1-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനെ സഹായിച്ചാൽ 1-ാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി അനുവദിക്കാം, ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാം എന്നിവയായിരുന്നു. അതിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുക. ഉത്തരവാദിത്ത ഭരണം പറഞ്ഞാൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരണം നടത്തുക. അതായത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരണത്തിൽ പങ്കാളിയാക്കുക. അതാണ് ഉത്തരവാദിത്ത ഭരണം. ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരണത്തിൽ പങ്കാളിയാക്കുക. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുമായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് അനുവാദം നൽകിയാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമായിരുന്നു. സ്വരാജ് പാർട്ടി എന്ത് ചെയ്തു? 1923 ജനുവരി 1-ന് രൂപീകരിച്ച ഈ സ്വരാജ് പാർട്ടി 1924 എന്ത് ചെയ്തു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അംഗീകരിച്ചു. 1924 അംഗീകരിക്കുകയും ബംഗാൾ പ്രവിശ്യയിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി 1924 തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു? സ്വരാജ് പാർട്ടി വിജയിച്ചു. കാരണം മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അവിടെ മത്സരിക്കുന്നില്ല. സ്വരാജ് പാർട്ടി മത്സരിച്ചു, സ്വരാജ് പാർട്ടി വിജയിച്ചു. അങ്ങനെ കൽക്കട്ട കോർപ്പറേഷനിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സമിതി രൂപീകരിച്ചത് 1924. കൽക്കട്ട കോർപ്പറേഷന്റെ ആദ്യത്തെ മേയറായിട്ട് ആരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു? യെസ്, നമ്മുടെ സി.ആർ. ദാസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേട്ടോ? അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കഴിഞ്ഞ 2 സ്ലൈഡുകൾ. അപ്പോ 1921 അഹമ്മദാബാദ് സമ്മേളനം സി.ആർ. ദാസ് അധ്യക്ഷനായി. സി.ആർ. ദാസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത ഹക്കിം അജ്മൽ ഖാൻ. കോൺഗ്രസിന്റെ ഔദ്യോഗിക വേഷമായി ഖാദി സ്വീകരിച്ചതും 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ തന്നെ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഗാന്ധിജിയായിരുന്നു. 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി. കാരണമായി പറയുന്നത് 1922 ഫെബ്രുവരി മാസം 5-ലെ ചൗരി ചൗര സംഭവം. ഈ സമയത്താണ് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജിവെച്ച് പോയ ആരൊക്കെ? സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റു. അപ്പൊ സ്വാഭാവിക വിദ്വേഷം ഉണ്ടാവും. തങ്ങൾ ജോലിയും രാജിവെച്ചിട്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോ ഗാന്ധിജി സ്വയം പിൻവലിച്ചു. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ തീരുമാനപ്രകാരം ആരംഭിച്ച ഒരു സമരമുറ ഗാന്ധിജി സ്വയം പിൻവലിച്ചത് ശരിയായില്ല എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1922 ഗയാ സമ്മേളനത്തിൽ സി.ആർ. ദാസ് അധ്യക്ഷനായ സമ്മേളനത്തിൽ വെച്ചിട്ട് ചർച്ച വന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പകരമായി എന്ത് രൂപീകരിക്കണം? സ്വരാജ് പാർട്ടി രൂപീകരിക്കണം. പക്ഷേ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെ കുറിച്ചുള്ള ചർച്ച പരാജയപ്പെട്ടു. വീണ്ടും സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവും രാജിവെച്ചു. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 ജനുവരി മാസം 1-ാം തീയതി. പ്രസിഡന്റ് സി.ആർ. ദാസ് ആയിരുന്നു. സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. 1923 ഡൽഹി. അവിടെ അധ്യക്ഷനായത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. 1923 ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമ്മേളനമായിരുന്നു. അവിടെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ്
അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിക്കുക. അപ്പോൾ ഓൾ ഇന്ത്യ ഖാദി ബോർഡ് രൂപീകരിച്ചത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1923. കാരണം 1923 ഡൽഹി സമ്മേളനത്തിലാണ് ഓൾ ഇന്ത്യ ഖാദി ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 35 വയസ്സായിരുന്നു. 1888 ജനിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ് മക്കയിലാണ് ജനിക്കുക. മക്കയിൽ 1888 ജനിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ് 1923 പ്രസിഡന്റ് ആയപ്പോൾ എത്ര വയസ്സായുള്ള 35 വയസ്സ് മാത്രം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് 35ാമത്തെ വയസ്സിൽ. 1923 വാർഷിക സമ്മേളനം നടന്നത് ഇന്നത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായ തുറമുഖ പട്ടണമായ കാക്കിനഡയിൽ വെച്ച്. ആ കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജോഹർ. നമ്മുടെ ഗാന്ധിജിയുടെ ഇരു കരങ്ങൾ എന്നറിയപ്പെടുന്ന ഷൗക്കത്ത് അലി മുഹമ്മദ് അലി ഇല്ലേ, അതിലെ മുഹമ്മദ് അലി തന്നെയാണ് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 1923 കാക്കിനഡ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് മുഹമ്മദ് അലി ജോഹർ ആണ്. 1923 വാർഷിക സമ്മേളനമായിരുന്നു കാക്കിനഡ സമ്മേളനം. ഈ സമ്മേളനത്തിൽ മലയാളി നവോത്ഥാന നായകനെ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണോ ആ ഉള്ളടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ലക്ഷ്യമായി സ്വീകരിക്കുക. ഓക്കെ, അപ്പോ ഐത്തോച്ചാടനം എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയത് TK മാധവൻ 1923 കാക്കിനഡ സമ്മേളനം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു ലക്ഷ്യമാണ് എന്ത്? ഐത്തോച്ചാടനം, അതായത് ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യുക എന്നത്. ക്ലിയർ ആണേ? അതുകൊണ്ടാണ് TK മാധവന്റെ നേതൃത്വത്തിൽ 1924 കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണയ്ക്കുകയും സമരം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി കേരളത്തിലേക്ക് അയക്കുന്നത്. അല്ലെ? നിങ്ങളെ കേരള ചരിത്രം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. സെറ്റാണേ? ഗുഡ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1923 ഡൽഹി സമ്മേളനം അധ്യക്ഷത വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് 1923 അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് എത്രാമത്തെ വയസ്സിൽ? 35ാമത്തെ വയസ്സിൽ. 1923 കാക്കിനഡ വാർഷിക സമ്മേളനം അധ്യക്ഷത വഹിച്ചത് മുഹമ്മദ് അലി ജോഹർ ആണ്. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയത് ഈ 1923 കാക്കിനഡ വാർഷിക സമ്മേളനത്തിൽ. 1924 ബെൽഗാം സമ്മേളനം. ഈ ബെൽഗാം എന്ന് പറയുന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന കർണാടകയിലാണ് കേട്ടോ. 1924 ബെൽഗാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഗാന്ധിജി. അപ്പോ ഗാന്ധിജി ആദ്യമായി പ്രസിഡന്റായ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ, ഗാന്ധിജി ആദ്യമായി INC പ്രസിഡന്റായ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1924 ബെൽഗാം സമ്മേളനം. എന്നാൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്തെന്നാണ് ചോദ്യമെങ്കിൽ, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്നാണ് ചോദ്യമെങ്കിൽ 1901 കൽക്കട്ട സമ്മേളനം. അതിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? DE വാജ്പേയി. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത 1901 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആരാണ്? DE വാജ്പേയി. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച് അല്ലെ? ഈ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആദ്യത്തെ സംയുക്ത സമ്മേളനമായിരുന്നു 1916 ലക്നൗ സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുക. ശരിയല്ലേ? ഗഡ്. ഈ ലക്നൗ ഉടമ്പടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലകനാണ്. മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയുമാണ്. നമ്മൾ പഠിച്ചിരുന്നു, മറക്കില്ല. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പൂർണ്ണ സമയം അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് 1934 അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയും, അല്ലെങ്കിൽ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കിയത് ഏത് വർഷമാണ്? 1934. എന്തിനു വേണ്ടി? ഹരിജനങ്ങൾ എന്ന് പറഞ്ഞാൽ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുവാനാണ് ഇദ്ദേഹം ചെയ്യുന്നത് 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ രാജിവെക്കുക അഥവാ 1934 രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക. ക്ലിയർ? ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 1924 ബെൽഗാം സമ്മേളനം
ബൽഗാം എന്ന് പറയുന്ന കർണാടക സംസ്ഥാനത്താണ്. അധ്യക്ഷത വഹിച്ചത് ആന്ധ്ര ഗാന്ധിജി. ഗാന്ധിജി ആദ്യമായി INC പ്രസിഡന്റ് ആയത് 1924 ബൽഗാം സമ്മേളനം. എന്നാൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തതാകട്ടെ 1901 കൽക്കട്ട സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് DE വാചെ. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1916 ലക്നൌവിൽ വെച്ച്. ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം അംബികാചരൺ മജുംദാർ ആയിരുന്നു. SC മജുംദാർ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് രാജിവെച്ചത് അഥവാ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചത് ഏത് വർഷമാണ്? 1934. സെറ്റാണേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. ഓക്കെ, മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് റാഷ് ബിഹാരി ഘോഷ്. മിതവാദികളും തീവ്രവാദികളും രണ്ടായി വേർതിരിഞ്ഞു. അതിന്റെ പ്രധാന കാരണം സ്വരാജ് ആയിരുന്നു. 1908 മദ്രാസ് സമ്മേളനത്തിൽ വീണ്ടും റാഷ് ബിഹാരി ഘോഷ് പ്രസിഡന്റായി. അതുകൊണ്ട് നമ്മൾ പറയും തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന പാസാക്കിയത് 1908 മദ്രാസ് സമ്മേളനത്തിൽ. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തത് 1888 അലഹാബാദ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന തയ്യാറാക്കിയത് 1899 ലക്നൗ സമ്മേളനവുമാണ്. പാസാക്കിയത് അഥവാ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് 1908 മദ്രാസ് സമ്മേളനത്തിൽ. 1911 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷത വഹിച്ച ബിഷൻ നാരായൺ ദാറാണ്. ഈ സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് ആരാണ്? സരളാദേവി. ജനഗണമന രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഏത് ഭാഷയില? ബംഗാളി ഭാഷയിൽ. 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് അംബികാചരൺ മജുംദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയുടെ ആദ്യത്തെ സംയുക്തമായിരുന്നു എന്ത്? ലക്നൗ സമ്മേളനം. ഈ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിന് വേണ്ടിയിട്ടും പിന്നെ ബാലഗംഗാധര തിലകൻ കോൺഗ്രസിന് വേണ്ടിയിട്ട്. മുസ്ലിം ലീഗിന് വേണ്ടി മുഹമ്മദ് അലി ജിന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ബാലഗംഗാധര തിലകൻ. ആനി ബസന്റിന്റെ പ്രവർത്തന ഫലമായിട്ട് മിതവാദികളും തീവ്രവാദികളും എന്ത് ചെയ്തു? ഏകീകരിക്കപ്പെട്ടതും 1916 ഈ സംയുക്ത ലക്നൗ സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ്. 1917 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആയിരുന്നു. INC പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യത്തെ വിദേശ വനിതയും ആര് തന്നെ? ആനി ബസന്റ് തന്നെ. INCയിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആര് തന്നെ? ആനി ബസന്റ് തന്നെ. 71ാമത്തെ വയസ്സിൽ പ്രസിഡന്റ് ആയതുകൊണ്ടാണ്, അത്ര പ്രായമായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ വന്യ വയോധിക എന്ന് വിളിക്കുക. ഇന്ത്യയുടെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജി എന്ന കാര്യം മറക്കല്ലേ. INCയിലാകെ ആനി ബസന്റ് ഉൾപ്പെടെ 5 വനിതാ പ്രസിഡന്റുമാരാണുള്ളത്. ആനി ബസന്റ് നമ്മൾ പഠിച്ചു 1917 കൽക്കട്ട. മറ്റുള്ളവർ 1925 സരോജിനി നായിഡു ഇന്ത്യക്കാരിയാണ്. INC പ്രസിഡന്റ് ആദ്യ ഇന്ത്യക്കാരി എന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു തന്നെ. 1933 നെല്ലിസൺ ഗുപ്ത ജർമ്മൻ വനിതയാണ്, ഇന്ത്യക്കാരിയല്ല. അതുകൊണ്ട് നമ്മൾ പറയും INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ് ആര്? നെല്ലിസൺ ഗുപ്ത. 1959 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ വനിതയാണ്. പിന്നെ 1998 സോണിയാഗാന്ധി ഇന്ത്യൻ വനിത തന്നെ. 1985 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷമാണ് എന്തിലംഗമാവുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റ് ആവുക. സോ വിദേശിയെന്ന് കണക്കാക്കാൻ പറ്റില്ല, ഇന്ത്യക്കാരെ തന്നെയാണ് കണക്കാക്കുന്നത്. 1918 ഡൽഹി സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് മദൻ മോഹൻ മാളവ്യ. ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം. 1920 കൽക്കട്ട സമ്മേളനം. അതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു, പക്ഷെ പാസ്സാക്കാൻ കഴിഞ്ഞില്ല. 1920 നാഗ്പൂർ സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് ചക്രവർത്തി വിജയരാഘവാചാര്യർ. ചക്രവർത്തി വിജയരാഘവാചാര്യർ. ഇതൊരു വാർഷിക സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കി അഥവാ നിസ്സഹകരണ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1921 അലഹബാദ് സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് CR ദാസ് ആണ്. നിസ്സഹകരണ സമരം ആരംഭിച്ചെങ്കിലും CR ദാസ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബാരിസ്റ്റർ ജോലി ചെയ്തിരുന്നത് അവസാനിപ്പിച്ചിരുന്നില്ല. അതിനെതിരെ പ്രതിഷേധമുണ്ടായി. CR ദാസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ ആര് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് മാറി? ഹക്കിം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് മാറി. കോൺഗ്രസിന്റെ ഔദ്യോഗിക വേഷമായി എന്ത് സ്വീകരിച്ചു? ഗാന്ധി സ്വീകരിച്ചതും 1921 തന്നെ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഗാന്ധിജിയായിരുന്നു. ആരംഭിച്ചത് കോൺഗ്രസ് എന്ന സംഘടന, എന്നാൽ പിൻവലിച്ചത് ഗാന്ധി ഒറ്റയ്ക്ക്. അതിന് കാരണമായി പറയുന്നത് 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി നടന്ന ചൗരി ചൗര സംഭവം. 1922 ഗയാ സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് CR ദാസ് ആണ്. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ച് ചർച്ച പരാജയപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും വീണ്ടും രാജിവെക്കുന്നു.
തുടർന്ന് 1923 ജനുവരി മാസം 1-ാം തീയതി എന്ത് രൂപീകരിച്ചു? സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസും സെക്രട്ടറി എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവുമാണ്. 1923 ഡൽഹി സമ്മേളനം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. അഖിലേന്ത്യാ ഖാദി ബോർഡ് രൂപീകരിച്ചത് 1923 ഈ ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള INC പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കേവലം 35 വയസ്സായപ്പോൾ എവിടെയാണ്? ഡൽഹി സമ്മേളനം. 1923 കാക്കിനാഡ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് മുഹമ്മദ് അലി ജോവർ. ഇതൊരു വാർഷിക സമ്മേളനമായിരുന്നു. ഈ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ടി.കെ. മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. അതിന്റെ അർത്ഥം 1924 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു? ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട്. സെറ്റാണേ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് 2-ാം ക്ലാസ്സിലൂടെ പ്രധാനമായും പഠിച്ചത്. ഇനി അവസാനമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നു. 1924 ബെൽഗാം സമ്മേളനം കർണാടകയിലാണ് ബെൽഗാം എന്ന സ്ഥലം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം എന്ന് പറയുന്നത് 1901 കൽക്കട്ട സമ്മേളനം. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? DE വാജ്പേയി ആയിരുന്നു. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനത്തിൽ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ഹരിജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം നീക്കിവെക്കാൻ തീരുമാനിക്കുകയും രാജിവെക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തത് എന്നാണ് 1934. ഓക്കെ അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് കരുതട്ടെ. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ? ബൈ.